നിങ്ങൾക്ക് എന്നെപ്പോലെ നെയ്ച്ചോറാക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടാറില്ലേ? ചിലപ്പോൾ ഓവർ കുക്കായി അരി പൊങ്ങിച്ചതുപോലെയാകും, ചിലപ്പോൾ അടിക്ക് പിടിക്കും, ചിലപ്പോൾ ശരിക്കും വേഗത്തേയില്ല. 1 kg ബിരിയാണി റൈസിന് 145 രൂപയൊക്കെ കൊടുത്ത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെയും അവസ്ഥ? എങ്കിലേ ഞാനിപ്പം കാണിക്കാൻ പോകുന്ന ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല വേറിട്ട് നിൽക്കുന്ന നെയ്ച്ചോറ് ഇനി യാതൊരു ടെൻഷനും കൂടാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ അരിയാണ്, സോനാ മസൂരി. കർണാടകക്കാരുടെ സ്പെഷ്യൽ റൈസ്, ഫ്രൈഡ് റൈസിനും എഗ് റൈസിനും ഒക്കെ യൂസ് ചെയ്യുന്ന അരിയാണ് കേട്ടോ ഇത്. 1 കിലോ റൈസിന് 50 to 70 പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യത്തിനുള്ള അരിയെടുത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. അതേസമയം ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും വിനേഗറും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുക. വിനേഗർ ഒഴിക്കുന്നത് ഈ റൈസ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് കേട്ടോ. ഈ വെള്ളത്തിൽ ഗ്രാമ്പും പട്ടയൊക്കെ ഇടാം, ഓപ്ഷനിലാണ്. ശേഷം കുതിർത്ത് വെച്ച അരി കഴുകി ഈ തിളക്കുന്ന വെള്ളത്തിലേക്കിട്ട് നമ്മൾ സാധാ ചോറ് വെക്കുന്നത് പോലെ വേഗം വരെ തിളപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. വെന്തതിന് ശേഷം ചോറ് വാർക്കുന്നത് പോലെ വെള്ളം വാർത്തെടുക്കുക. ഞാനിവിടെ കുക്കറിൽ തിളപ്പിച്ചത് കാരണം കുക്കറിൻ്റെ വാഷർ ഊരി ഇതുപോലെ അടിയിലൊരു പാത്രം വെച്ച് ചെരിച്ച് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യെടുത്ത് നന്നായി ചൂടാക്കി ഈ കുക്ക് ചെയ്ത ചോറിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കുക. സോനാ മസൂരി പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത അരിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ നെയ്യിൻ്റെ ഫ്ലേവർ ആക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള ഒക്കെ എടുത്ത് ഓയിലിൽ വറുത്തെടുക്കുക. പിന്നെ കുനുകുനാ അരിഞ്ഞ മല്ലിച്ചപ്പും, ഈ വറുത്തെടുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉള്ളിയും കുനുകുനാ അരിഞ്ഞ മല്ലിച്ചപ്പും എന്ത് ചെയ്യുക, ഈ ചോറിലേക്ക് മുകളിൽ വിതറി കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏതും എടുക്കാം. ഇനി അല്പസമയം ഏതാണ്ട് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്കർ അടച്ച് വെച്ച് ദമ്മ് ചെയ്താൽ നമ്മുടെ അടിപൊളി നെയ്ച്ചോറ് തയ്യാറായി. വിലയോ തുച്ഛം ഗുണമോ മെച്ചെന്ന് പറയുന്നതല്ലേ, യാതൊരു ടെൻഷനും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നെയ്ച്ചോറിന് നിങ്ങൾക്ക് സോനാ മസൂരി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല മൈ ഓൺ സ്പെഷ്യൽ ചിക്കൻ വറവാണ് ഇതിന് കൂട്ടുന്നത്. നല്ല കുരുമുളക് ഇട്ട് തേങ്ങ വറുത്തെടുത്തിട്ട് ചേർത്ത് നല്ല അടിപൊളി ചിക്കൻ വറവും നാട്ടിൽ നമ്മൾ കൊടുത്തയച്ച നല്ല മാങ്ങാച്ചാറും. അപ്പോൾ ചിക്കൻ വറവിൻ്റെ റെസിപ്പി സൂണർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ നെയ്ച്ചോറ് മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ് കേട്ടോ. So please like, share, follow and subscribe my channel for more tips and variety all in videos. Thank you.